എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോ അല്ല, ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം നമസ്കാരം. നന്ദി, നമസ്കാരം, അതൊക്കെ ഓക്കെയാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ വേറൊരു പുള്ളി ഇരിപ്പുണ്ട്. നമ്മുടെ കൈപൊങ്ങിയല്ലോ, സഹിക്കാനാ പറ്റുക, ചെറുതായിട്ടൊന്ന് വീണ മര്യാദക്കൊക്കെ നടക്കണം. അപ്പൊ ഞങ്ങൾ എവിടെ പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ മെൽബണിലോട്ട് പോകണം അല്ലേ. ആദ്യം നമ്മുടെ സൺലൈറ്റിന് അവിടെ കുറ്റിയും പറിച്ചിരിപ്പുണ്ട്. പുള്ളി അവിടെ ചുമ്മാ ഒരു പണി ഇല്ലാതിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങി. അപ്പൊ നേരെ സൺലൈറ്റിന്റെ വീട്ടിലോട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങോട്ട് പോകണം അല്ലേ. ഓക്കെ, അപ്പൊ നേരെ സൺലൈറ്റിന്റെ വീട്ടിലോട്ട് അതെ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാണെങ്കിൽ വൈകുന്നേരം ഭാര്യമാര് തിരിച്ചു വരുന്നപ്പോൾ വീട്ടിൽ ചെല്ലണം അല്ലേ. അപ്പൊ നമുക്ക് നേരെ സൺലൈറ്റിന്റെ വീട്ടിലോട്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അല്ലേ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ സാധാരണ ഈ സീറ്റ് ഇരിക്കുന്നതല്ലല്ലോ, നിങ്ങൾ ഭാഗ്യ ചായപ്പി കയറുന്ന ആൾ ഇന്നെ പറ്റി രാവിലെ നേരത്തെ കിടന്നുറങ്ങിയത് അതുകൊണ്ടാണോ? കാരണം പുള്ളി രാവിലെ ചായപ്പിലോട്ട് പുള്ളിയുടെ സീറ്റാണ് ഏറ്റവും പുറകില്. അവിടെ ഇരുന്നാൽ പുള്ളി സമാധാനമായിട്ട് ഇരിക്കുന്നത്. ഇന്നിപ്പം നിങ്ങൾ രാവിലെ വണ്ടി ഓടിക്കാൻ കയറി, അതുകൊണ്ട് നന്ദി. എനിക്കും വണ്ടി ഓടിക്കണ്ട. സനലോ ഇപ്പം പറഞ്ഞു വീട്ടിലോട്ട് വരണ്ട, വേറെ കണ്ടിട്ട് എന്നാ അഡ്രസ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ, അതിനെ പറ്റി പുള്ളി ചായ വേണ്ടത്. പുള്ളിയുടെ വണ്ടി എന്തോ സർവീസിന് കൊടുക്കാനാണ്. നേരെ മാർഷൽ മോട്ടോഴ്സ്, സനൽ സാറിന്റെ വീട് മാറ്റി മാർഷൽ മോട്ടോഴ്സ്. നിങ്ങൾ വീട്ടിൽ വരാൻ വേണ്ടി ഒരു ചായ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ വരാൻ പറഞ്ഞത്. അല്ല, ഇവിടെ എന്നാ പരിപാടി? ടയർ പ്രഷറോ? ചുമ്മാ വണ്ടി എടുക്കാതിരിക്കാൻ വേണ്ടി ഓരോ നമ്പർ ഇറക്ക്. ഞങ്ങൾ വണ്ടി എടുത്തോളാം, ഫുൾ ടാങ്കുമായിട്ടാ വന്നേക്കുന്നത്. എങ്ങനെ എന്നാ പറ്റി? ടയർ പ്രഷറിന് എന്തെങ്കിലും പറ്റിയത് ആണോ? ഈ ഷർട്ട് നിങ്ങളോട് ഞാൻ ഇടരുതെന്ന് പറഞ്ഞല്ലേ? അതല്ലേ, എനിക്ക് എൻ്റെ ഷർട്ട് തന്നെ ഇതുണ്ടെന്ന് പുള്ളി. ഞാൻ സത്യം പറഞ്ഞാൽ കുഞ്ഞിനെ കണ്ടപ്പോൾ എന്നാ പറഞ്ഞത്, പോകുന്നത് പൊതിച്ചോറ് വീഡിയോയ്ക്ക് വേണ്ടി വെറൈറ്റിക്ക് വേണ്ടി പൊതിച്ചോറൊക്കെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും പോയി നോക്കുമ്പോൾ ഇത് പൊതിച്ചോറല്ല, പുതിയ ഷൂ ഒക്കെ ഒപ്പിച്ചില്ല. ഇതെവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ പുതിയ ഇറക്കുമതിയാണല്ലോ. നിങ്ങളുടെ വണ്ടിയൊക്കെ സെറ്റായോ? അറിയില്ല, നോക്കട്ടെ. പുള്ളി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഓടാക്കെ. ഏതായാലും പുള്ളി ഒരു ചായ ലാഭിച്ച് രാവിലെ വീട്ടിൽ കയറ്റാതെ ഇവിടെ വരാൻ പറഞ്ഞു. അത് എനിക്ക് വീട്ടിൽ കയറ്റുന്ന ആഗ്രഹമാണ്. എൻ്റെ കാര്യം പറഞ്ഞു, ഇനി മേലാ മനുഷ്യൻ വീട്ടിൽ കയറ്റരുത്. അത് പുള്ളി ആ പുള്ളി ഉദ്ദേശിച്ച് പറഞ്ഞതാ. ആ പുള്ളി കൂടെ ഉള്ളതുകൊണ്ട് പറഞ്ഞല്ലേ, എൻ്റെ അല്ലേ. വണ്ടിയുടെ പുള്ളി ഓടിക്കുന്ന ലക്ഷം കണ്ടിട്ട് വണ്ടിയുടെ എല്ലാം സെറ്റായെന്ന് തോന്നുന്നു. ടയർ പ്രഷറിന് എന്തോ പ്രശ്നമില്ലായിരുന്നോ? ഇപ്പോൾ സെറ്റാ, കാണുമ്പോൾ അറിയാം. അപ്പോൾ സൺലൈറ്റന്റെ വീട്ടിൽ നമ്മൾ തിരിച്ച് വീണ്ടും വന്നു. പക്ഷെ എന്നാലും പുള്ളി ചായ തരിക കേട്ടോ. പുള്ളിയുടെ വണ്ടിക്ക് ആ പുള്ളി കേട്ടോ ഇതൊക്കെ. പുള്ളി ഇതെങ്ങനെ കേട്ടെന്നുള്ളതാണ്. സാറേ ചായ ഒന്നും വേണം, നിങ്ങൾ ധൈര്യമായിട്ട് പോരെ. അപ്പോൾ നമ്മുടെ പുതിയ അവിടെ പഴയ ഡ്രൈവർ മാറി രാജിക്കത്ത് കൊടുത്ത് പുതിയ ഡ്രൈവറെ കയറ്റി. നിങ്ങളുടെ ഈ കീപ്പിളിയുടെ കൈ വരയ്ക്കുന്നത് എപ്പോഴും കേട്ടോ. കീപ്പിളിയുടെ വണ്ടി ഓടിച്ചില്ലല്ലേ, കാരണം കള്ളു കുടിക്കാൻ കൈ വരയ്ക്കുന്നൊക്കെ പറഞ്ഞോണൊക്കെ. അതെ. അപ്പോൾ നേരെ സാറേ മെൽട്ടൺ വരെ എത്തിക്കുമോ? അഡ്രസ് ചെയ്യാൻ വെച്ചേക്കാം, ഇപ്പോൾ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നേരെ പോ. മെൽബൺ സിറ്റിയുടെ കീറി മുറിച്ചോണ്ടല്ലേ? ഓക്കെ, പിന്നെ വായിക്കൊണ്ട് നേരെ മെൽട്ടണിലോട്ട്. നിങ്ങളുടെ വണ്ടിക്ക് എന്തുമാത്രം സെൻസറോ? സെൻസർ അതെന്നെ പറ്റിയത് വണ്ടിക്ക്? ടയർ പ്രഷർ മോണിറ്റർ ചെയ്യുന്ന സെൻസർ ഉണ്ടല്ലോ. ടെസ്ലയുടെ അല്ലേ? ഓക്കെ. അത് 100 രൂപ താഴെ കണ്ടുള്ളൂ. നമ്മളുണ്ടല്ലോ ഇവിടുന്ന് എല്ലാ പ്രാവശ്യം നമ്മൾ മെൽബൺ പോകുമ്പോഴത്തേക്ക് വലിയ നല്ല ദിവസമായിരിക്കും അല്ലേ? നല്ല കുറച്ച് ദിവസങ്ങൾ, ഇവൻ വിന്റർ ആണെങ്കിലും നല്ല ദിവസമായിട്ട് അല്ലേ? നല്ല വിന്റർ ആണെങ്കിലും നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട് സംഭവം. വലിയ തിരക്കുമില്ല. കാരണം ഇപ്പൊ 10:30 ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ഓഫീസ് ടൈമിൽ കഴിഞ്ഞു, അതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. അപ്പം നമ്മൾ മെൽബണിലെ രാജവീതികൾ കീറി മുറിച്ചുകൊണ്ട് മെൽട്ടണിലേക്ക് അല്ലേ, വെറും 63 കിലോമീറ്റർ മാത്രം. എന്തിനാണ് അവിടെ പോകുന്നത്? അവിടെ ചെന്നിട്ട് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെയാണ് പോകുന്നില്ലേ സാറേ? വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജ് ഇവിടെ ഇതിന്റെ മുകളിൽ കൂടെ, നമ്മുടെ സിഡ്നിയിലുള്ള ഹാർബർ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. അതിന്റെ മുകളിൽ കൂടെ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് സിഡ്നി ബ്രിഡ്ജിന്റെ മുകളിൽ പോവാം, ഒരു ദിവസം പോവാം. ഓക്കെ. പക്ഷെ എനിക്ക് കാല് പറക്കും, ഈ ഹൈറ്റ് പ്രശ്നം ആണല്ലേ. എന്നാലും പേടിക്കണ്ടെന്ന് പറഞ്ഞാലേ നമുക്കൊരു ഭയം ഉണ്ടല്ലോ. അതെ, ഏതായാലും നമുക്ക് പോയേക്കാം. അപ്പോൾ ഞങ്ങൾ വന്നെത്തി നിൽക്കുന്നത് നമ്മളെ മെൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു ഫർണിച്ചർ കടയുടെ മുമ്പിലാണ്. സണ്ണിലും സോണിഷൊക്കെ എന്തോ ഫർണിച്ചറൊക്കെ എടുക്കണമെന്ന് പറയുന്നു. അതൊക്കെ നോക്കാം. ആദ്യം ഈ ഫർണിച്ചർ കടയുടെ വീഡിയോ അടുത്തൊരു ഫുൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ് കയറി സന്ദർശിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നമ്മുടെ സിറ്റിയിലോട്ടൊക്കെ പോവാണ് അല്ലേ?
പോയി എന്തോ കഴിക്കണം, പുള്ളിക്ക് ഇപ്പോഴേ വിശക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഇല്ല, വിശപ്പിൻ്റെ അസുഖം തുടങ്ങി. അപ്പോൾ ഏതായാലും ഇതിൻ്റെ വീഡിയോ, ഫർണിച്ചറിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ, തുടർന്നുള്ള യാത്ര ഈ വീഡിയോയിൽ തന്നെ അല്ലേ സാറേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഫർണിച്ചറൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? കുറച്ച് കളക്ഷൻസ് എല്ലാം ഉണ്ടല്ലേ? നമുക്കൊന്ന് കറങ്ങാൻ പോകാം. സാറേ എങ്ങോട്ടാണ് പോകുന്നത്? എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് പോയി അതുവഴി കണ്ടു കേട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അല്ലേ? ഓൾ ഗുഡ്. എല്ലാം ഓക്കെ അല്ലേ? കുഞ്ഞിന് പൊതിച്ചോറ് ഉണ്ണാറായോ? പൊതിച്ചോറ് ഇപ്പോഴും മാറ്റിയിട്ടില്ലേ? അപ്പോൾ ഇതാണ് പുതിയ ടണൽ. ഇത് കൊള്ളാം. ഇത് ഞാനും ഇതിനകത്തോട് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ, ഈ ടണലിനകത്തൂടെ. അതിന്റെ ഒരു കവാടമൊക്കെ മനോഹരമുണ്ട് അല്ലേ? വെൽക്കം ടു വെസ്റ്റ് ഗേറ്റ് ടണൽ. അപ്പുറത്ത് നല്ല കവാടമുണ്ട് ഉണ്ടല്ലേ? ഞാൻ ഇതിനോട് വന്നിട്ട് എനിക്ക് തോന്നിട്ട് കുറെ നാളല്ലേ ഉള്ളൂ. ഇത് പണ്ട് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജിൽ കൂടെ ആയിരുന്നു വന്നോണ്ടിരുന്നത്. ഇവിടെ ഇതിനകത്ത് ഇപ്പൊ ട്രാഫിക് തീരെയില്ലല്ലോ. ഇതിനകത്ത് ഇപ്പൊ ഇത് അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ആൾക്കാർക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നേരെ കയറി വേണം നമുക്ക് പോവാം. നമുക്ക് വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജ് കയറി ഇറങ്ങി പോവാം. അപ്പൊ പിന്നെ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇവിടുത്തെ എയർപോർട്ടിന് അങ്ങോട്ട് പോകും. അല്ല നമ്മുടെ അങ്ങോട്ട് ആ സൗത്ത് അങ്ങോട്ടേക്ക് പോകില്ല. പോകല്ലേ? പോകും. അവിടെ ഇറങ്ങി പിന്നെ കറങ്ങി തിരിഞ്ഞു വരണം. അതിൽ തന്നെ നമുക്ക് വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജ് കയറി പോകണതാ. എയർപോർട്ടിൽ പോകാൻ ഈ വെസ്റ്റ് സവർബ് എന്നുള്ളവർക്ക് എളുപ്പമായത്. ടണലോ കയറി നമ്മൾ സിറ്റിയുടെ വ്യൂ ഇവിടുന്ന് കാണാൻ ഒരു ഭയങ്കര ബ്യൂട്ടി അല്ലേ? രാത്രി കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ആണല്ലേ? ഈ റോഡും പുതിയതാണെന്ന് തോന്നുന്നു. ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ. ഇവിടുന്നുള്ള വ്യൂ ഒരു കിടു വ്യൂ അല്ലേ? മെൽബൺ എയർപോർട്ട്, സിറ്റി വെസ്റ്റ് അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഏതായാലും അടിപൊളി, ഭയങ്കര രസമുണ്ട്. ഇവനുണ്ടല്ലോ, ഈ ട്രാം വരുന്ന വഴിയൊക്കെ നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. പണ്ടാവും പണി. അതാണ്ട് ഇവിടെ എല്ലാം ചറവറ ട്രാമാണ്. അത് കാരണം നമ്മൾ ഇല്ലാതെ വന്ന് ഇല്ലാത്തത് കയറി പെട്ടി ഓർക്കുന്നുണ്ടോ? ഇതേ വന്ന് കുഞ്ഞ് ട്രാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാമുള്ളൊരു സ്ഥലമാണ് മെൽബൺ. മറ്റവർക്കുള്ള മെൽബണിലാണ്. ഒരു ലക്ഷണം കണ്ട് ഇത് കണ്ട്. ഇതിൻ്റെ പേര് ട്രാവൻകൂർ അല്ലേ? ട്രാവൻകൂർ ഓൺ ദ പാർക്ക്. ആ കണ്ടില്ല, അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു എന്തോ സംഭവം ഉണ്ട് അതിനകത്ത് അല്ലേ? എന്തോ കഥകളുണ്ട്. അത് എന്താണെന്നൊരു പിടുത്തവും ഇല്ല. മുൾട്ടാൻ ഏത് സ്ഥലത്തെ സ്ഥലം? അത് പാകിസ്ഥാനാണ് മുൾട്ടാൻ. അതെ അതെ, പാകിസ്ഥാനിലാണ് മുൾട്ടാൻ. പിന്നെ ട്രാം റൂട്ടിന് നടുക്കാണ് നമ്മൾ ഈ കിടക്കുന്നത്. ആദ്യത്തെ സ്ട്രീറ്റ് പേരാണ്, പാകിസ്ഥാനിലെ സ്ട്രീറ്റിൻ്റെ പേരാണ് അല്ലേ? മുൾട്ടാൻ സ്ട്രീറ്റ്. കണ്ടോ? ഇനി അടുത്തത് ട്രാവൻകൂർ, അങ്ങനെ പലത് വരും. അപ്പോൾ നമ്മളിത് മുൾട്ടാൻ കണ്ടു. പക്ഷേ ഈ സ്ട്രീറ്റൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. ഇത് അതെ അതെ, അത് ഭയങ്കര കാശുകാറിയാ. കാരണം മെൽബൺ സിറ്റിയുടെ തൊട്ടിപ്പുറമല്ലേ അല്ലേ? നടന്നു പോകാൻ ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്ത് ബറോഡ സ്ട്രീറ്റ് അല്ലേ? ബറോഡ. അതെ, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബറോഡ സ്ട്രീറ്റ്. ബറോഡ സ്ട്രീറ്റ്, അത് കൊള്ളാം. ബറോഡ സ്ട്രീറ്റ് നല്ല കിടുവാണല്ലോ, കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ. നല്ല 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 രസമുള്ള സ്ഥലമാണ്. കാശ്മീരിൽ കയറാം. കാശ്മീരിൽ നിന്ന് പിന്നെ ലക്നൗ അല്ലേ? പിന്നെ അവിടെ നിന്ന് മധുര പിന്നെ മാംഗ്ലൂർ ഉണ്ട്. അങ്ങനെ കാശ്മീർ. ഏതാ കാശ്മീർ? അതെ, കാശ്മീർ സ്ട്രീറ്റ്. സ്പെല്ലിങ് മാത്രമേ ഒരു സമയം ബറോഡ സ്ട്രീറ്റ് ആയിരിക്കാം, എനിക്കറിയാൻ പറ്റില്ല. അത് കൊള്ളാം. ഇത് കണ്ടോ, കാശ്മീർ സ്ട്രീറ്റ്, അത് കൊള്ളാം. പക്ഷെ എന്നാണെങ്കിലും കൊള്ളാം. ഈ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഒരു സ്ഥലത്ത് നടക്കാനും നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ഇത്ര സിറ്റി ആണെന്ന് നമുക്ക് തോന്നുകയില്ല. മരങ്ങളും എല്ലാം ഉണ്ട്. ഇനി അതേ അടുത്തത് ഇവിടെ എഴുതി വെച്ചിട്ട് മാംഗ്ലൂർ സ്ട്രീറ്റ്. അപ്പോൾ നമ്മൾ നേരെ മാംഗ്ലൂർ സ്ട്രീറ്റിലോട്ട് പോവാണ്. ഇതാണ് മാംഗ്ലൂർ സ്ട്രീറ്റ്. അതും കൊള്ളാം അല്ലേ? മാംഗ്ലൂർ. എനിക്ക് ആ കാശ്മീർ സ്ട്രീറ്റ് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. അപ്പോൾ ട്രാവൻകൂർ എവിടെയാണ്? ട്രാവൻകൂർ അതെ, ലക്നൗ സ്ട്രീറ്റ്. ലക്നൗ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കാൻ മുഴുപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അവസാനം വന്നേക്കാണ് മധുര സ്ട്രീറ്റ് അല്ലേ? മധുര ബറോഡ സ്ട്രീറ്റ് അങ്ങോട്ട്, ഇത് മധുര സ്ട്രീറ്റ് ഉണ്ടോ? അപ്പോൾ ഈ മധുരയിൽ നല്ല ചായ വടയെ കിട്ടുമോ സാറേ? ചായ മധുരയൊക്കെ കിട്ടുമോ? അതേ കണ്ടോ, അതാണ് മധുര സ്ട്രീറ്റ്. അപ്പോൾ മധുര സ്ട്രീറ്റിൽ കൂടെ നമുക്ക് നേരെ ഇറങ്ങി. ഇനി വിശന്ന് എൻ്റെ കുടൽ കരിയുന്നു. ആണോ? സോനിഷൻ പറയുന്നത് കുടൽ കരിയുന്നു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയാലോ? എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കാം. നമ്മൾ ഇതുവഴി ഇങ്ങനെ വന്നപ്പോൾ ഈ മധുര സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ മണം ഏകദേശം മൂക്കിലോട്ട് അടിക്കുന്നുണ്ട് അല്ലേ? അതെ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല, എൻ്റെ കുഴപ്പമല്ല. എവിടെയോ ഒരു ഇന്ത്യൻ്റെ ഒരു ഇന്ത്യൻ മണം ഇവിടേക്കേ വന്നു. അപ്പോൾ ഏതായാലും ഇനി നേരെ കഴിക്കാൻ സ്ഥലം കണ്ടുപിടിക്കല്ലേ? അത് നമ്മുടെ കുഞ്ഞുണ്ണിൻ്റെ ഉത്തരവാദിത്തം. അതെ, കുഞ്ഞുണ്ണി കൊണ്ടുപോകും നല്ല സ്ഥലത്തോട്ട്. ഞങ്ങളെ ആ സ്ട്രീറ്റെല്ലാം കൊണ്ട് കറക്കിയിട്ട് നിങ്ങൾ ഫുഡ് മേടിച്ച് തരാൻ തോന്നി. ഇപ്പം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അതായത് ഇന്നാളത്തെ ഒരു ഷോപ്പിംഗ് സെന്ററിൽ വന്നതാണ്. അതെ അതെ, ചാർട്ട്സണിലാണ് ഇപ്പം ഇപ്പോഴത്തെ. അതായത് അവിടെ പോയി ഫുഡ് കഴിക്കാം അല്ലേ? അതിന് കുഴപ്പമില്ല, ഫുഡ് കഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ വീണ്ടും നമ്മുടെ
എവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെൻ്ററാണ്? അത് ഞാൻ പറയുന്നില്ല. സോറി, പക്ഷേ എവിടുത്തെയാണ്? അപ്പോൾ മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ചാർട്ട്സ്റ്റൺ ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം, ഷോപ്പിംഗ് ഇല്ല. ചാർട്ട്സ്റ്റൺ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? നല്ല ഫുഡ് വല്ലതും കിട്ടും ഇവിടെ. ഇന്നാൾ നമ്മൾ വന്നൊന്ന് കയറിയതാണ്, ചൈനീസ്. നമുക്ക് എന്നാൽ ഫുഡ് കോർട്ടിലോട്ട് പോകാം അല്ലേ? ഓക്കെ. എന്നിട്ട് കുറച്ച് എനിക്ക് ഇന്ന സാധനമൊക്കെ മേടിക്കാനുണ്ട്. നമ്മുടെ ബോബീസിൻ്റെ കടയിൽ പോകണ്ടേ മനുഷ്യ? ഓണത്തിനുള്ള സെറ്റൊക്കെ ആക്കണ്ടേ? പുള്ളിക്ക് ഓണത്തിനൊരു ഓഫർ ഉണ്ടോ എന്നൊക്കെ നോക്കണം. അങ്ങനെ നമ്മൾ ചാർട്ട്സ്റ്റോണിൽ വന്നാൽ വീണ്ടും ഫുഡ് കഴിക്കണം. അതെ സാർ, സെയിം ചൈനീസ് റെസ്റ്റോറൻറ്റിൽ. സോനീഷ് ആദ്യമായിട്ടോ ചൈനീസ് കഴിക്കുന്നത്? നിങ്ങൾ ആദ്യമായിട്ടാണ് ചൈനീസ് കഴിക്കുന്നത്? എരിവ് കുറിച്ച് പുള്ളിയൊക്കെ. ഇതന്നെ സാർ ഓർഡർ ചെയ്തേക്കുന്നത് നമ്മൾ? അന്ന് ഓർഡർ ചെയ്ത ഹണി ചിക്കന്, ബ്ലാക്ക് ബീൻ ബീഫോ, അതിന് ഏത് ബീഫോ? അത് മംഗോളിയൻ ബീഫോ, ഫ്രൈഡ് റൈസ്, 2 പൊതിച്ചോറുമായിട്ട് വന്നാൽ മതി. അതാണ്ട് വീണ്ടും ഇത് കഴിക്കുന്നു. ഏതായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് നേരെ മലയാളി ഷോപ്പിങ്ങിന് പോകണം, മലയാളി കടയിലോട്ട് പോകാം. ഇത്രയും നേരം നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ടോ അല്ലേ? നേരെ തിരിഞ്ഞാ കിടക്കുന്നത്. ആളുണ്ട്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പോലീസുകാർ പറഞ്ഞു, ആംബുലൻസ് വരാതെ നമുക്കിവിടെ നിർത്താനും പാടില്ല അല്ലേ? ഇല്ല, ആളിറങ്ങിയിട്ടുണ്ട് കേട്ടോ, ആളിറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. എയർ ബാഗ് പുറത്ത് വന്നു. ഇത് കട്ടുവ ഇടിയായിരുന്നു കേട്ടോ. അത് എവിടെ ഇടിച്ചെന്നുള്ളതാണ്. വണ്ടിക്കിട്ട്, ആ വണ്ടിക്കിട്ടാണോ അതോ ഇനി ഇതിൻ്റെ ഈ ഡിവൈഡറിട്ടാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഡിവൈഡറിട്ട് ഇടിച്ചതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. ഒത്തിരി സാധനം. അതെ, ഡിവൈഡറിട്ട് ഇടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ വണ്ടിയൊന്നുമല്ല. നീ ഈ വണ്ടി കിട്ടുമല്ലോ. ഇത് വേറെ ഇടിയാണോ? അത് ഈ വണ്ടി ഇടിച്ചത് കേട്ടോ. അല്ലല്ല, ആ വണ്ടിയുമായിട്ടാണ് ഇടിച്ചത്. ആ വണ്ടി കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഈ വണ്ടിയുമായിട്ട് അല്ലല്ല, ഈ വണ്ടിയുമായിട്ടാണ് ഇടിച്ചത്. ഇതല്ല, ഈ വണ്ടിയുമായിട്ട്, ഇത് ഈ കിടക്കുന്ന വണ്ടിയുമായിട്ട്, ഇത് ഈ വണ്ടിയുമായിട്ട്, ഇതുമായിട്ടാണ് ഇടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ? ഭയങ്കര ഇടിയാണ്. അയ്യോ, ഭയങ്കര. അതിനകത്ത് ആളുണ്ട്, ഭയങ്കര ഇടിയായിരുന്നു. അയ്യോ, അത് ഭയങ്കര കഷ്ടമായി പോയല്ലോ. അല്ല, ആൾക്കാർക്ക് അപായമൊന്നും പറ്റിയെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് അല്ലേ? ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കിരാന സ്റ്റോഴ്സിൽ വന്നേക്കാണ്. ബഹുശേ ഓണം പ്രമാണിച്ച് എന്തെങ്കിലും ഓഫർ വല്ലതും ഉണ്ടോ? ഓണം പ്രമാണിച്ച് എന്നെ വേണ്ട, ബിന്നിച്ചിന്റെ എന്താ പറയാ, ഫാൻസ് അസോസിയേഷന് കംപ്ലീറ്റ് എന്നാ വേണേലും ചെയ്തു കൊടുക്കാം. എന്ത് വേണേലും ചെയ്തു കൊടുക്കാം. കംപ്ലീറ്റ് ഫ്രീ അല്ല. നമുക്ക് അകത്തോട്ട് ഒരു സാധനമൊക്കെ മേടിക്കണ്ട കുറച്ച്. അപ്പോൾ അകത്തോട്ട് വന്നിട്ട് സാധനങ്ങൾ കളക്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? എന്നാണ്ട് എല്ലാവരും ഓക്കെ അല്ലോ? സുഖം തന്നെ അല്ലേ? നമുക്ക് സാധനം മേടിച്ചേക്കാം. പുതിയ ഓണം പ്രമാണിച്ച് നമ്മൾ സാധനങ്ങളെല്ലാം കൂടെ അടിച്ചിറക്കിയേക്കാണ്. ഓണം സദ്യ ഉണ്ട്, സ്ഥിരം പരിപാടി. പിന്നെ നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും അടുത്ത വർഷത്തെ ഓണമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ പതുക്കെ അങ്ങോട്ട് മാറാനുള്ള ഒരു സംഭവങ്ങളൊക്കെ തൊട്ടടുത്ത് നമുക്കൊന്ന് പോയിട്ട് വരാം. സാരി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇത് 55 രൂപ, 45 രൂപ, അങ്ങനെ ചെറിയ പൈസക്ക്, തുച്ഛമായ വിലയ്ക്ക് ഓണം പ്രമാണിച്ച് ഇത് സെറ്റ്. ഓണത്തിന് എല്ലാം കൈ അയച്ച് വിട്ടേക്കുക. എന്നാന്ന് വന്ന് വാരി എടുത്തോളൂ. ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്, എല്ലാം. അപ്പൊ നിങ്ങൾ പുതിയൊരു കട അപ്പുറത്ത് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഓണം നമ്മൾ അങ്ങനെ ഭയങ്കര ഗംഭീരമാക്കുന്നില്ലേലും അടുത്ത വർഷത്തെ ഓണം നമ്മൾ ഭയങ്കര ഗംഭീരമാക്കും. നമുക്ക് ആ കട അപ്പുറത്തോട്ടൊന്ന് പോയി കണ്ടിട്ട് നമ്മളും പോയേക്കാം. എന്തോ അപ്പൊ ഇതാണ് നിങ്ങളുടെ പുതിയ അല്ലേ? ഇതാണ് ഭിന്നിച്ച നമ്മുടെ സംഭവം. അതായത് നിങ്ങളിപ്പോൾ ആ കട പൂർണ്ണമായിട്ട് വെക്കേറ്റ് ചെയ്യും? അതായത് നിലനിർത്തിക്കൊണ്ട്? ഇല്ലല്ല, അത് നിർത്തും. അത് ചിലപ്പോൾ ഒരു റെസ്റ്റോറൻ്റായി മാറുമോ, മീൻകടയായിട്ട് മാറുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. കാര്യങ്ങൾ അടുത്ത്. ഇതാണ് നമ്മൾ ഗ്രോസറി, വിശാലമായ ഷോറൂം. വരും. ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബറിലേക്ക് വിചാരിക്കുന്നു. സെപ്റ്റംബറിലേക്ക് ഇത് കൗണ്ടറൊക്കെ ഇങ്ങനെ ആക്കി കൊണ്ടുവരികയാണ്. മുകളിൽ തുണി വേണമെങ്കിൽ തുണി വയ്ക്കാം. അവിടെ ഓഫീസ് പോലെ ഉണ്ട്, എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. ഇതിവിടെയാണ്, ഇതിലാണ് എൻ്റെ എൻട്രൻസ്. ഇതല്ലേ ഇതിലെ എൻട്രൻസ്. ഇവിടെ കൗണ്ടർ, പിന്നെ ഫ്രീസറുകൾ, വാൾ ഫ്രീസർ എല്ലാം വരും. അങ്ങനെ ഇത് പണി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇപ്പം അതിനും ബിഫോർ എടുക്കാം.
ഇപ്പം ബിഫോർ ആഫ്റ്റർ ആഫ്റ്റർ നമുക്ക് എടുക്കാം. ഓക്കെ, അതിന്റെ ഫ്രണ്ടേജ് ആണ് അവിടെ അതാണ് അവിടെ കാണുന്നത്. അവിടെ ഓക്കെ ഓക്കെ, അതായത് ഇത് വളരെ മനോഹരമായിരിക്കും, ഇത്ര വലിപ്പമുള്ളതുകൊണ്ട് വിശാലമായിട്ട് നടക്കാം. അതെ അതെ. അപ്പോൾ ഇത് എങ്ങനെയാണ് സോനു സാർ നമ്മുടെ വീഡിയോ? നമ്മൾ ചൈനീസ് ഒക്കെ കഴിച്ച് സോനീഷിനെ ആദ്യമായിട്ട് ചൈനീസ് കഴിപ്പിച്ചു. നമ്മൾ ബോബീസിൻ്റെ കടയിൽ കയറി, നമ്മൾ ആ ഫർണിച്ചർ കടയിൽ കയറി. അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത് ഒരു വീഡിയോ ആണ്. കുഞ്ഞിനെ എങ്ങനെയുണ്ട്? ഇപ്പോഴും പൊതിച്ചോറ് മാറ്റിയിട്ടില്ലല്ലേ? പൊതിച്ചോറ് കയ്യിലുണ്ട്. അതെ അതെ, വൈകുന്നേരം കഴിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് അടിക്കണം. മണിയും കൂടി അടിച്ചു പൊട്ടിച്ചാണ് ഞങ്ങളെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.